ഇന്ന് ഞാൻ ഹസ്ബൻഡ്മാരെ പറ്റി പറയാട്ടോ, അവരെ ഫീലിങ്സിനെ പറ്റി പറയാട്ടോ. വേറൊന്നുമല്ല, സംടൈംസ് ഒക്കെ ഈ വൈഫുമാർ ആൻസേഴ്സ് പ്രഡിക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഹസ്ബൻഡ്മാരുടെ അടുത്ത് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പോകും. ആ സമയത്ത് ഈ ഹസ്ബൻഡ് ഏത് ഇമോഷനിലൂടെ പോകുന്നെന്ന് ചിന്തിക്കൂല, മനസ്സിലാക്കൂല. അവർ മേ ബി പ്രഷറിലായിരിക്കാം, സ്ട്രെസ്ഫുള്ളായിരിക്കാം. അപ്പോൾ നമ്മളോട് ഷൗട്ട് ചെയ്തെന്ന് വരാം. ഈ ഷൗട്ട് ചെയ്ത സമയത്ത് നമ്മളത് ഓക്കെ എന്നോട് ഷൗട്ട് ചെയ്തല്ലോ പറഞ്ഞ് നമ്മൾ പോയി തെറ്റിക്കൊടുക്കുകയും ചെയ്യും. ചില ഭർത്താക്കന്മാരാണെങ്കിലോ ഇത് കണ്ടും കണ്ട് അവരോട് മുണ്ടാനും പോവുകയും ചെയ്യും. അങ്ങനെയുള്ള ഭർത്താക്കന്മാരുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ലക്കിയാണ്. ആ ഭർത്താവ് വളരെ കഴിഞ്ഞുള്ള ഒരു പേഴ്സണാണ്. അല്ലാത്ത സമയത്ത് വളരെ കോംപ്ലിക്കേഷൻസിലേക്ക് ഈ പ്രശ്നങ്ങൾ എത്താൻ ചാൻസ് ഉണ്ട്. അവിടെയാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. എല്ലാ മനുഷ്യന്മാരും എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. അവർക്കും ഇമോഷൻസ് ഉണ്ട്. നമുക്ക് മാത്രമല്ല ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അവരും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ മുന്നോട്ട് പോകുന്നുണ്ടാവും, ഭയങ്കര പ്രഷർ അനുഭവിക്കുന്നുണ്ടാവും. അപ്പോൾ ആ പ്രഷർ നമ്മളോട് കാണിക്കുന്ന സമയത്ത് നമ്മൾ സഹിക്കല്ല വേണ്ടത്, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ആ സമയത്ത് ചെയ്തു കൊടുക്കാം. അവരെ കൂടെ ഇരുന്നിട്ട് എന്താണെന്ന് ചോദിച്ചറിയാം, പ്രോപ്പർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും. സോ ദാറ്റ്സ് ഇറ്റ്.